പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ രാഷ്ട്രീയ പോര് മുറുകുന്നു. UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട നടൻ രമേശ് പിഷാരടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. പിഷാരടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് വേണം വോട്ട് ചോദിക്കാനെന്നായിരുന്നു ബാലന്റെ പ്രധാന പ്രസ്താവന. രമേശ് പിഷാരടിയുടെ ആദ്യ പ്രതികരണങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് AK ബാലൻ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. മുൻ MLA ഷാഫി പറമ്പിലിന്റെയും നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രവർത്തനങ്ങൾ തുടരുമെന്ന പിഷാരടിയുടെ വാക്കുകൾ കടന്നകയാണെന്ന് ബാലൻ വിശേഷിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാരമ്പര്യം തുടരുമെന്ന് പറയുന്നത് പരിഹാസ്യമായ സമീപനമാണ്. രാഹുൽ ചെയ്ത തെറ്റുകൾക്ക് ജനങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് പിഷാരടി ആദ്യം ചെയ്യേണ്ടത്. പിഷാരടി വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് തന്നെ ഈ പാപഭാരം പേറിക്കൊണ്ടാവരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളെ പരാമർശിച്ച് ബാലൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു. പീഡനാരോപണങ്ങളും ഗർഭം അലസിപ്പിക്കൽ അടക്കമുള്ള വിഷയങ്ങളും തുടരുമെന്നാണോ പിഷാരടി ഉദ്ദേശിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. പാലക്കാട് BJP കോൺഗ്രസ് ഡീൽ ഉണ്ടെന്ന് താൻ പറയുന്നില്ലെന്ന് ബാലൻ വ്യക്തമാക്കി. എന്നാൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ട്. കോങ്ങാട് UDFന് BJP വോട്ട് മറിക്കാനും മലമ്പുഴയിൽ BJPക്ക് കോൺഗ്രസ് വോട്ട് നൽകാനും ഡീൽ ഉണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ പരസ്പര സഹായം കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയും. വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്ന് ജയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇടതുപക്ഷം ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെ എക്കാലവും എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുധാകരനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെ ബാലൻ ന്യായീകരിച്ചു. മുഖ്യമന്ത്രി സുധാകരനെ 3 തവണ ഫോണിൽ വിളിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം പ്രതികരിച്ചില്ല. ഇതൊരു പാർട്ടി പ്രവർത്തകന് ചേർന്നതല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുധാകരനെ ചെറ്റ എന്ന് മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ലെന്ന് ബാലൻ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ സമീപനം ചെറ്റത്തരമാണ് എന്നാണ് പറഞ്ഞത്. ഈ 2 പ്രയോഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. ചെറ്റത്തരം എന്നാൽ രാഷ്ട്രീയത്തിൽ അല്പത്തരം എന്നാണ് അർത്ഥമാക്കുന്നത്. സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് രാഷ്ട്രീയ ലാഭം നോക്കിയാണ്. സ്വന്തം പാർട്ടിക്കാരനായ K സുധാകരനെ പോലും സതീശൻ അങ്ങനെ പുകഴ്ത്തിയിട്ടില്ല. സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ബാലൻ വികാരധീനനായി സംസാരിച്ചു. ഭുവനേശ്വരന്റെ തലച്ചോർ പൊട്ടിത്തെറിച്ചത് കണ്ട് തെങ്ങിൻ പൂക്കുല പോലെ തച്ച് തകർത്തു എന്നാണ് പണ്ട് സുധാകരൻ തന്നെ പറഞ്ഞത്. സ്വന്തം സഹോദരന്റെ ത്യാഗത്തെ ഒരു നേരമെങ്കിലും സുധാകരൻ ഓർത്താൽ അദ്ദേഹം മാനസിക സംഘർഷത്തിലാകും. അത്തരം ഒരു പശ്ചാത്തലമുള്ള ഒരാൾ കാണിക്കുന്ന നിലപാടുകൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഉചിതമാണെന്നും ബാലൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രമേശ് പിഷാരടി തന്നെ നയം വ്യക്തമാക്കിയിരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ എന്നായിരുന്നു പിഷാരടിയുടെ നിലപാട്. ആരോപണങ്ങൾ തെളിയുന്നതുവരെ താൻ രാഹുലിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫോണിൽ വിളിച്ചിരുന്നു. രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് വലിയ ഭാഗ്യമാണെന്നും പിഷാരടി പറഞ്ഞു. പാലക്കാട് തന്റെ പേര് നേരത്തെയും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ഇത്തവണ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ തന്നെ തുണയ്ക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടം ഇതോടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും പഴയകാല വിവാദങ്ങളിലേക്കും നീങ്ങുകയാണ്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ ആരുടെ വാദങ്ങളാണ് ജനങ്ങൾ അംഗീകരിച്ചതെന്ന് വ്യക്തമാകും.